Welcome to Men4 Tech, your portal to the future. And don't forget, we're always here, ready to guide you. Make sure to subscribe, like, and share our content. ഹായ് ഫ്രണ്ട്സ്, Men4 ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതാണ്. ലെനോവോ പുറത്തിറക്കിയിട്ടുള്ള LOQ അഥവാ ലോ ലാപ്ടോപ്പ് ഗെയിമേഴ്സിനെയും ഗ്രാഫിക്സ് വർക്കുകൾ ചെയ്യുന്നവരെയും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെയും ഉദ്ദേശിച്ചാണ് ലെനോവോ ഈ ലാപ്ടോപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ലാപ്ടോപ്പിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു സ്ഥിരം ഇഷ്യൂ, വാറണ്ടി പീരീഡിൽ തന്നെ ഈ ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേയിൽ പിക്സൽ ഇഷ്യൂ വരും. അതായത് ഡിസ്പ്ലേ ഫുള്ള് ഹൊറിസോണ്ടലായിട്ട് ചെറിയ ലൈൻസ് വരും. വൈറ്റ് സ്ക്രീനിലാണ് നമുക്ക് ഇഷ്യൂ പെട്ടെന്ന് റിഫ്ലക്റ്റ് ആവുക. ഡോക്യുമെന്റ് ഫയലുകൾ നമുക്ക് റീഡ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. ഈ ഒരു ഇഷ്യൂ ലാപ്ടോപ്പിനുണ്ടായാൽ ഏക സൊല്യൂഷൻ ഈ ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുക എന്നത് മാത്രമാണ്. അങ്ങനെ ഒരു ഇഷ്യൂ വന്ന ഒരു ലാപ്ടോപ്പാണ് ഇത്. ഇതിന്റെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഈ ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്ന ഒരു ടെക്നിക്കൽ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓപ്പണിംഗ് ടൂൾ ഉപയോഗിച്ച് ഞാൻ ഈ ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ ബസൽ ആദ്യം റിമൂവ് ചെയ്യുകയാണ്. ബസലിൻ്റെ ഔട്ടർ സൈഡിലാണ് ലോക്ക് വരുന്നത്. ഇന്നർ സൈഡിൽ സ്റ്റിക്കർ വെച്ചാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഡ്ജിലുള്ള ലോക്കുകളെല്ലാം നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാം. അതിനുശേഷം വളരെ കെയർ ചെയ്ത് ബസൽ സാവധാനം ഇളക്കിയെടുക്കുക. അധികം ബലം പ്രയോഗിച്ചാൽ ഈ ബസൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ ബസലും നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സാവധാനം റിമൂവ് ചെയ്യുക. ഔട്ടർ സൈഡിലുള്ള ലോക്കെല്ലാം അൺലോക്ക് ചെയ്തതിന് ശേഷം ഇളക്കിയെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ലാപ്ടോപ്പിൻ്റെ ബസൽ പൂർണ്ണമായും റിമൂവ് ചെയ്തു. ഇനി ഈ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിൽ ഒരു സ്റ്റിക്കർ നീണ്ടിരിക്കുന്നത് കാണാം. ഒരു ട്വീസർ ഉപയോഗിച്ച് നമുക്ക് ഈ സ്റ്റിക്കർ സാവധാനം വലിച്ചെടുക്കുക. ഒറ്റ വലി വലിച്ചാൽ ഈ സ്റ്റിക്കർ പൊട്ടിപ്പോകും. ഈ സ്റ്റിക്കറിലാണ് ഈ ഡിസ്പ്ലേ ഒട്ടിച്ചു വച്ചിരിക്കുന്നത്. ഈ സ്റ്റിക്കർ ഡിസ്പ്ലേയുടെ ഇന്നർ സൈഡിൽ ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നീട് ഈ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുക കുറച്ച് വിഷമം പിടിച്ച ജോലിയായി മാറും. അതുകൊണ്ട് സാവകാശം ഈ സ്റ്റിക്കർ വലിച്ച് റിമൂവ് ചെയ്യുക. ഇതുപോലെ മെല്ലെ വിട്ട് വലിക്കുക. ഒറ്റവലി വലിച്ചാൽ ഈ സ്റ്റിക്കർ ബ്രേക്കായി പോകും. ഇതൊരു റബ്ബർ ടൈപ്പ് സ്റ്റിക്കറാണ്. ഇതാണ് ഡിസ്പ്ലേ ഒട്ടിച്ച് വയ്ക്കാൻ ഉപയോഗിച്ച സ്റ്റിക്കർ. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്റ്റിക്കറും ട്വീസർ ഉപയോഗിച്ച് മെല്ലെ വലിച്ചെടുക്കുക. ഈ സ്റ്റിക്കറും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡിസ്പ്ലേ മെല്ലെ കമത്തി വയ്ക്കാം. ഡിസ്പ്ലേ നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ EDP കേബിൾ ഒരു ട്വീസർ ഉപയോഗിച്ച് അതിൻ്റെ സ്റ്റിക്കർ ഇളക്കി
മെല്ലെ റിമൂവ് ചെയ്യാം. ഈ സ്റ്റിക്കർ പൊളിച്ചതിന് ശേഷം അതിലൊരു ക്ലിപ്പ് ഉണ്ടാകും. ആ ക്ലിപ്പ് പയ്യെ പൊക്കിയതിന് ശേഷം UDP കേബിൾ ബാക്കിലേക്ക് ഊരിയെടുക്കുക. ഇതാണ് ഈ ലാപ്ടോപ്പിൽ വരുന്ന ഡിസ്പ്ലേ. മറ്റുള്ള ഡിസ്പ്ലേ അപേക്ഷിച്ച് വളരെ കനം കുറഞ്ഞ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഡിസ്പ്ലേ ഒട്ടിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കറാണ് ഈ ബോക്സിൽ വരുന്നത്. ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. നമുക്ക് ഇതിൽ നിന്നും ഒരു സ്റ്റിക്കർ എടുത്ത് ഇതിൻ്റെ ടോപ്പ് കവറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒട്ടിച്ചു വയ്ക്കാം. ഇതിൻ്റെ മുകളിലുള്ള ബ്ലൂ കളർ ഷീറ്റ് ഇപ്പോൾ റിമൂവ് ചെയ്യരുത്. അത് നമുക്കിതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചു വയ്ക്കാം. നേരെ തന്നെ ഒട്ടിച്ചു വയ്ക്കുക. ലെഫ്റ്റ് സൈഡിലെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിലെ സ്റ്റിക്കറും നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്യാം. രണ്ട് സൈഡിലെ സ്റ്റിക്കറും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പനി അയച്ചു തന്നിരിക്കുന്ന ഡിസ്പ്ലേ എടുക്കാം. ഇതാണ് ലെനോവോയുടെ പുതിയ ഡിസ്പ്ലേ. ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത്. ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, ഇതിൻ്റെ സൈസെല്ലാം കൃത്യമല്ലേന്ന്. അതിനുശേഷം നമുക്ക് UDP കേബിൾ ഈ ഡിസ്പ്ലേയുമായി കണക്ട് ചെയ്യാം. UDP കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റിക്കർ നന്നായി ഒട്ടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് രണ്ട് സൈഡിലെയും സ്റ്റിക്കറിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ബ്ലൂ ഷീറ്റ് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഡിസ്പ്ലേയുടെ മുകളിലെ എൻഡ് ടോപ്പ് കവറിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ലോക്ക് വരെ തള്ളി വെച്ചതിന് ശേഷം ഓരോ സൈഡിൽ നിന്നും മാത്രം ഒട്ടിച്ചു പോരുക. ഡിസ്പ്ലേ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് ഒട്ടിച്ചു വരിക. ഇനി നമുക്ക് ഇതിൻ്റെ UDP കേബിളും കൃത്യമായി ഒന്ന് ട്രാക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ മുകളിലുള്ള സ്ക്രാച്ച് പ്രൊട്ടക്ഷൻ ഗാർഡ് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഈ ബസലിൻ്റെ താഴത്തുള്ള സ്റ്റിക്കർ പൊളിച്ച് മാറ്റിയതിന് ശേഷം അവിടെ നമുക്ക് പുതിയ ഒരു 3mm ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ പുതിയ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നമ്മൾ ഈ ബസൽ വെച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കവിടെ ഡബിൾ സൈഡ് ടേപ്പ് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. പുതിയ ഡബിൾ സൈഡ് ടേപ്പ് ഞാനിവിടെ ബസലിൻ്റെ താഴത്തായിട്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ബസൽ ഫിക്സ് ചെയ്യുകയാണ്. ആദ്യം സൈഡിലെ ലോക്ക് ഇടുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. താഴത്തെ ലോക്ക് ഇടുമ്പോൾ ജസ്റ്റ് ബാക്കിൽ നിന്ന് ഒന്ന് മറ്റേ കൈ കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അധികം ബലം കൊടുത്താൽ ഡിസ്പ്ലേ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മയത്തിന് മാത്രം പ്രഷർ ഇതിൽ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഓണാക്കി നോക്കാം. ലൈൻസിൻ്റെ ഇഷ്യൂ മാറിയിട്ടുണ്ട്.
നമുക്ക് പാസ്വേഡ് അടിച്ച് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ UEFI ഡയഗ്നോസ്റ്റിക് ടൂൾ ഉപയോഗിച്ച് ലാപ്ടോപ്പ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുകയാണ്. ഇതിൽ റൺ ഓൾ അഥവാ R എന്ന ലെറ്റർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം Q അപ്ലൈ ചെയ്യുക, ക്വിക്ക് ടെസ്റ്റ്. ഇപ്പോൾ ഓരോ ഹാർഡ്വെയർസിനെ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ CPU 100% ഓക്കെയാണ്. മെമ്മറിയാണ് ഇപ്പോൾ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെമ്മറി 29% ആയി. ഇതുപോലെ എല്ലാ ഹാർഡ്വെയർസും ചെക്ക് ചെയ്തിട്ട് ശേഷം താഴത്ത് പാസ്സായ ഡിവൈസുകൾ ഗ്രീൻ കളറിലും ഏതെങ്കിലും ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ റെഡ് കളറിലും ഇവിടെ റിഫ്ലക്റ്റ് ആവും. സ്കാനിങ് കംപ്ലീറ്റ് ആകുമ്പോൾ താഴത്തായിട്ട് ഒരു QR കോഡും വരും. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് NVMe ആണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. NVMeയുടെ ഓരോ സ്റ്റേജ് ചെക്കിങ്ങുമാണ് റൈറ്റ് സൈഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ലെനോവോയുടെ LOQ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിന് ഇതുപോലെ ഡിസ്പ്ലേയിൽ ലൈൻസ് ഇഷ്യൂ വന്ന് റീപ്ലേസ് ചെയ്തതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം.